ൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 11ാം ദിവസം മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇപ്പോഴും അർജുന്റെ അരികിലേക്ക് എത്താൻ ദൗത്യസംഘത്തിന് സാധിക്കാതെ പോകുന്നു. അതിനിടെ നദിയിലെ മൺതിട്ടയിൽ നിന്ന് ഒരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട്. അത് ലോറിയുടെ ഇതിന് സമാനമായ സിഗ്നൽ ആണ്. അതേസമയം അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നുണ്ട് ഒരു ഗ്രാമം. പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയുള്ളത്. അശ്വതി കൂടി ചേരുന്നുണ്ട്. അശ്വതി, അവിടെ ബന്ധുക്കളെ നേരിട്ട് കാണാൻ അശ്വതിക്ക് സാധിച്ചിരുന്നു, സുഹൃത്തുക്കളെ പ്രദേശവാസികളെ ഒക്കെ കാണാൻ സാധിച്ചിരുന്നു. അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അവർ പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ്. അപ്പോഴും ഈ ചേതനയേറ്റ അർജുനെ എങ്കിലും ഒരിക്കൽ കൂടി കാണണം എന്നുള്ള അവരുടെ ആഗ്രഹം എത്രത്തോളം തീഷ്ണമാണ്? അതെ അഭിലാഷ്, രാവിലെ നമ്മൾ അവരുടെ വീട്ടുകാരുമായി സംസാരിക്കുമ്പോഴും, കാരണം നമ്മളെപ്പോഴും അവരെ ശല്യം ചെയ്യുന്നില്ല, നമ്മൾ ആ വീട് എൻ്റെ തൊട്ടു പിന്നിൽ കാണുന്നതാണ് അർജുൻ്റെ വീട്. നമ്മൾ അവിടെ നിന്നും കുറച്ച് മാറി ഇപ്പുറത്തെ സൈഡിലൊരു വീട്ടിലാണ് നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവരുടെ മാനസികാവസ്ഥ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ്. അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ അഞ്ജുവുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു, അർജുൻ്റെ സഹോദരിയുമായി സംസാരിച്ചിരുന്നു. അവിടെ തെരച്ചിൽ അവസാനിപ്പിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ രീതിയിലുണ്ടായിരുന്നു. അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് അവിടെ എന്ന് പറഞ്ഞിരുന്നു. അവിടെ വാർത്താ സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ആ ആശങ്ക ഉണ്ടായിരുന്നു. അഞ്ജുവുമായി സംസാരിച്ചപ്പോൾ അഞ്ജു പറഞ്ഞത് ഒരു കാരണവശാലും അവിടെ തെരച്ചിൽ അവസാനിപ്പിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് അഞ്ജുവിനോട് സംസാരിച്ചത്. ഒപ്പം അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയില്ല, കാരണം എന്താണ് അർജുന് സംഭവിച്ചത് എന്നത് അറിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, അവർ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ, കോഴിക്കോട് ഇരുന്നുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ ഇനി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്താം, അതിൽ എന്തൊക്കെയാണ് നിർണായകമാവുക, ഒപ്പം ടെക്നിക് സാങ്കേതികമായി എന്തൊക്കെ വിദ്യകൾ ഉപയോഗിച്ച് അർജുനെ കണ്ടെത്താനാകുമെന്ന ഒരു അന്വേഷണം, അത് ഈ വീട്ടിലിരുന്നു കൊണ്ട് അവർ തന്നെ നടത്തുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു വലിയ നിലവിളിയോ ബഹളമോ അല്ലെങ്കിൽ കരച്ചിലോ ഒന്നുമില്ലാതെ ഇത്രയും ദിവസം കടിച്ചു പിടിച്ച് നിന്നതുപോലെ ഈ 11ാം ദിവസവും അവർ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അച്ഛനും അമ്മയും 2 സഹോദരിമാരുമാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. ഒപ്പം അർജുൻ്റെ ഭാര്യയും കുഞ്ഞുമുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്, അടുത്ത ബന്ധുക്കളുണ്ട്. ഇവിടേക്ക് നിരവധി ആളുകൾ എത്തുന്നുണ്ട്. പൗരപ്രമുഖരടക്കം സാധാരണക്കാരടക്കം നിരവധി ആളുകൾ അർജുൻ്റെ വീട് ചോദിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് പോലും അർജുൻ്റെ, നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ അർജുൻ്റെ വീടും അവരുടെ വീട്ടുകാരെയും കണ്ട ആളുകൾ അവരെ ഒരു നോക്ക് നേരിട്ട് കാണാനായി, ഒന്ന് ആശ്വസിപ്പിക്കാനായി, ഒരിക്കലും വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാവുന്നതല്ല അവരുടെ വിഷമമെങ്കിൽ പോലും ഒന്ന് കാണാൻ, അവരെ കാണാനായി, ഒന്ന് ആശ്വസിപ്പിക്കാനായി നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഇപ്പോഴും വൈകിയും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, അശ്വതി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കുടുംബം കാത്തിരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു പ്രദേശം ഒന്നാകെ കാത്തിരിക്കുന്നുണ്ട്. നേരത്തെ CV അനുമോദ് നൽകിയ റിപ്പോർട്ടിൽ അവിടെ പ്രത്യേക പ്രാർത്ഥനകൾ ഉൾപ്പെടെ ജാതിമത ഭേദമന്യേ വിശ്വാസികളായിട്ടുള്ളവർ അവരുടേതായ പ്രാർത്ഥനകളൊക്കെ നടത്തി ആണ് കാത്തിരിക്കുന്നത്. അശ്വതി, ഇതിൽ ഈ കുടുംബാംഗങ്ങളുടെ ഒരു വേദന തീർച്ചയായും സൂചിപ്പിക്കുന്ന പോലെ അവരിലേക്ക് എപ്പോഴും എത്തുക എന്നത് മാധ്യമധർമ്മത്തിന് നിരക്കുന്ന ഒന്നല്ല. അവരുടെ മാനസികാവസ്ഥ അത്രമേൽ വ്യത്യസ്തമാണ്. അതോടൊപ്പം തന്നെ പ്രദേശവാസികളുടെ വികാരങ്ങളുമൊക്കെ അതെ. അപ്പോഴും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ സ്വീകാര്യനായിരുന്നു അർജുൻ എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് സുഹൃത്തുക്കളൊക്കെ പങ്കുവച്ചതനുസരിച്ച് ചെറുപ്പം മുതൽ ശീലം ഉണ്ടായിരുന്ന ആളാണ് അർജുൻ. രക്ഷാ ദൗത്യം ഇപ്പോൾ അർജുനു വേണ്ടി തുടരുമ്പോൾ ഈ പ്രളയകാലത്തടക്കം അങ്ങനെ ഒരു ദൗത്യത്തിൻ്റെയൊക്കെ ഭാഗമായ ആൾ കൂടിയാണല്ലോ അർജുൻ. അത് എങ്ങനെയാണ് ഈ സുഹൃത്തുക്കൾ ഓർത്തെടുക്കുന്നത്? അതെ, അഭിലാഷ് പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ തന്നെ ഏൺ ചെയ്ത് തുടങ്ങിയ ആളാണ്, അധ്വാനിച്ചിരുന്ന ആളാണ് അർജുനെ സംബന്ധിച്ചിടത്തോളം അത് മതിയായി, അല്ലെങ്കിൽ അത് വേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നൊരു കുടുംബമായിരുന്നു. 2 സഹോദരിമാരും മറ്റ് 2 പേരും, ഇവർ അർജുനും അർജുൻ്റെ അനിയനും ആയിരുന്നു ഉണ്ടായിരുന്നത്. 4 കുട്ടികളെ നോക്കാനായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നൊരു വീടായതുകൊണ്ട് തന്നെ നന്നായി അധ്വാനിക്കേണ്ടിയിരുന്നു. അച്ഛൻ മറ്റ് ചെറിയ ചെറിയ പണികളൊക്കെ നടത്തി വരുന്ന സമയത്ത് അച്ഛന് ചെറിയൊരു ആക്സിഡൻ്റ്
ആക്സിഡന്റ് ഉണ്ടാവുകയും കിണറ്റിലിറങ്ങി കിണർ വൃത്തിയാക്കുന്നതിനിടെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് അച്ഛൻ കുറച്ചുനാൾ വയ്യാണ്ടാവുകയും ഒക്കെ ചെയ്തു. ആ സമയത്ത് തന്നെ കുടുംബത്തിന്റെ ബാധ്യത മുഴുവനും ഏറ്റെടുക്കുന്നു അർജുൻ അന്ന് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അന്നാണ് ആദ്യമായി പത്രമിടാൻ പോകുന്നത്. പഠിത്തത്തിനൊപ്പം തന്നെ പത്രമിടാൻ പോയി അന്ന് തുടങ്ങിയതാണ് അർജുൻ ഈ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു ഓട്ടം എന്ന് പറയാം, നെട്ടോട്ടം എന്ന് പറയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് എടുത്തു പറയേണ്ടത് അർജുന്റെ രണ്ടാമത്തെ പെങ്ങൾ, അതായത് അർജുന്റെ തൊട്ട് താഴെയുള്ള ആളാണ്. ഈ അഞ്ജുവും അർജുനും തമ്മിൽ 1 വയസ്സിന് വ്യത്യാസമാണുള്ളത്. അഞ്ജു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. അതേസമയം അഞ്ജു ഇന്ന് രാവിലെ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ആളുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ പറയുന്നത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ ഇത്രത്തോളം പരിതാപകരമായ അന്തരീക്ഷമുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തിനൊരു ലോറി ഡ്രൈവർ, ട്രക്ക് ഡ്രൈവർ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്, ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് എന്ന് പറയുന്നു. ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോൾ സോഷ്യൽ മീഡിയ ബുള്ളിങ് അവർക്കുണ്ടായത് അടക്കം പറയണം. അവർ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ നോക്കുന്നത് എന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും തങ്ങളുടെ സഹോദരനെ, മകനെ, കുട്ടിയുടെ അച്ഛനെ, ഭർത്താവിനെ ഒക്കെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒന്ന് അവസാനമായി കാണണമെന്ന് അവർക്കുണ്ട്. അതുകൊണ്ട് ഏത് വഴിയും തേടുക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മീഡിയയിലും അവർ തെരച്ചിൽ നടത്തുന്നു, പുതിയ സാങ്കേതിക വിദ്യകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ കണ്ടതാണ് അങ്ങനെ ഒരു കമന്റ് എന്ന് പറയുന്നത്. പക്ഷേ അഞ്ജു വലിയ അഭിമാനത്തോടെ പറയുന്നു, ബാങ്ക് ഉദ്യോഗസ്ഥയുടെ വീട്ടിലെ ട്രക്ക് ഡ്രൈവർ അല്ല, ഈ ട്രക്ക് ഡ്രൈവർ ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ ഉണ്ടായത്. അഞ്ജുവിനൊപ്പം പലതവണയും ഇന്റർവ്യൂവിനടക്കം പോയിരുന്നത് അർജുനാണ്. അർജുൻ ഏറ്റവും കൂടുതൽ ദൂരം പോയിട്ടുള്ളത് എവിടെയാണ് എന്ന് ഞാൻ അർജുന്റെ ഭാര്യയോട് ചോദിച്ചിരുന്നു. ആ കുട്ടി വളരെ ചെറിയൊരു കുട്ടിയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥ, മരവിച്ച അവസ്ഥയാണ്, കരയുന്നില്ല, കണ്ണീരില്ല. ചെറിയ മോനുണ്ട് അർജുൻ്റേതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അവന് വാഹനങ്ങളോട്. എപ്പോഴും ഒരു കുഞ്ഞു ട്രക്ക് കയ്യിൽ അവൻ കൊണ്ടു നടക്കാറുണ്ട്. നമ്മൾ ചെന്നപ്പോഴും അവിടെ കളിച്ചുകൊണ്ട് നടക്കുകയാണ്. 2.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി കുട്ടിയുമായി എന്ത് ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അർജുന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യചിഹ്നമായി നിൽക്കണം. പക്ഷെ അപ്പോഴും അർജുൻ തിരിച്ചു വരും, അല്ലെങ്കിൽ അർജുൻ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആ കുട്ടിയടക്കമുള്ളവർ. അതുകൊണ്ട് തന്നെ അർജുനെ കുറിച്ച് പറയുമ്പോൾ ഈ നാട്ടുകാർക്കും പറയാനുള്ളത്, ഇവിടെ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് ഈ കണ്ണാടിക്കൽ എന്ന് പറയുന്നത്. പ്രളയ സമയത്ത് ഒരുപാട് ദുരിതം അനുഭവിച്ച ആ പ്രദേശം കൂടിയാണ്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തൊക്കെ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ പോലും മുട്ടറ്റം വെള്ളം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പരസ്പരം, അതായത് മതസൗഹാർദ്ദം എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രദേശമാണ് ഇവിടം. നമ്മൾ പ്രളയത്തിൽ എല്ലാവരും കണ്ടതാണ്, ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ മറ്റു ജാതിക്കാരനെന്നോ ഒന്നുമില്ലാതെ, മറ്റു മതസ്ഥനെന്നോ ഒന്നുമില്ലാതെ നമ്മൾ ഒരുമിച്ച് നിന്നൊരു അവസ്ഥ. അതിൽ ഏറ്റവും പ്രകടമായി നിന്ന, അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന ഒരാളാണ് അർജുൻ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അർജുനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഓർക്കാൻ ഓരോരോ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു അർജുൻ. അതുകൊണ്ട് തന്നെ അർജുൻ ആ പ്രളയ സമയത്ത് നിരവധി ആളുകൾക്ക് സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരും നമ്മളോട് പറയുന്നുണ്ട്, അത് ഓർക്കുന്നുണ്ട്. അർജുനെ കുറിച്ച് ആർക്കും മോശം പറയാനില്ല ഈ നാട്ടിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ അവസാനമായി ഒന്ന് അർജുനെ എത്തിക്കണം എന്ന് അവരും ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അഭിലാഷ്, അശ്വതി സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ ഒരു നാട്, അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ ഉള്ള കാത്തിരിപ്പിലാണ്. ഈ ദൗത്യ സംഘത്തിന് അർജുനിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചാൽ മാത്രമാണ് എന്ത് സംഭവിച്ചു എന്നത് വ്യക്തമാവുകയുള്ളൂ. അർജുനിനി ജീവനോടെ തിരികെ എത്തും എന്ന് ആ കുടുംബത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്കോ ഒന്നും തന്നെ കാര്യമായ പ്രതീക്ഷയില്ലാതെ അവർ ഉൾക്കൊണ്ടു കഴിഞ്ഞതാണ്. അർജുൻ്റെ അമ്മ തന്നെ അക്കാര്യം മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചതുമാണ്. മകനിനി ജീവനോടെ തിരികെ എത്തുമെന്നവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് ആ കുടുംബത്തിന് അറിയാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട്